ലൈവിലെ കണ്ടന്റിൽ നിറഞ്ഞു നിൽക്കുന്നത് ജാസ്മിനും ഗബ്രിയും ടോപ്പിക്കാണ്. അവിടെ ബിഗ് ബോസ് അവർക്ക് കൊടുക്കാനുള്ള ചലഞ്ച് പോലും കൊടുക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം ഈ കണ്ടന്റാണ് പ്രത്യേകമായി ഓടേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർക്കണം. അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ചലഞ്ചും ഗെയിമും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ബ്രേക്കായി പോവും. അത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ബിഗ് ബോസ് പോലും അവർക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സംസാരം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം റസ്മിനും ജാസ്മിനുമാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു കാര്യം അവർക്ക് കൃത്യമായി മനസ്സിലായിരിക്കുന്നു, അവിടെ ഗബ്രി ഗെയിം കളിക്കുകയായിരുന്നു ജാസ്മിനെ വെച്ചെന്ന്. എന്തായാലും ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റിയിലാണ് റസ്മിനും ജാസ്മിനും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്രയും നാളും ജാസ്മിന്റെ ഗെയിം കളഞ്ഞു കുളിച്ചുകൊണ്ട് അവിടെ ഗെയിം കളിക്കുകയായിരുന്നു ഗബ്രി എന്നുള്ളത്. പക്ഷേ ജാസ്മിൻ റിയലായി പ്രണയിച്ചു, പക്ഷേ അവൻ ആക്ട് ചെയ്യുകയായിരുന്നു എന്നുള്ളത് അത് മുൻകൂട്ടി റസ്മിൻ പലതവണ സൂചിപ്പിച്ചിരുന്നു എന്നാണ് റസ്മിൻ അവിടെ പറയുന്നത്. ഒരു തവണ നമ്മളും കണ്ടിട്ടുണ്ട്. അന്ന് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് റസ്മിൻ പറയുന്നുണ്ടായിരുന്നു, ജാസ്മിനെ ഞാൻ ഉള്ളിൽ നിന്ന് പറയാണ് നിന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നീ കാണിക്കുന്ന ആത്മാർത്ഥത അവനെ തിരിച്ചില്ല എന്ന് റസ്മിൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ജാസ്മിൻ അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. എന്തായാലും ഇപ്പോൾ ഒരു തിരിച്ചറിവിലാണ് ജാസ്മിൻ. ഗബ്രി തന്നെ വെച്ച് ഗെയിം കളിക്കുകയായിരുന്നു, അവൻ ഒരു ബെസ്റ്റ് ഗെയിമർ ആയിരുന്നു, ഇനി അവൻ എനിക്ക് ജസ്റ്റ് ഫ്രണ്ട് ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഞാൻ കളിക്കുമെന്നാണ് ജാസ്മിൻ പറയുന്നത്. എന്തായാലും ഈ ആഴ്ച പുറത്തു പോകും എന്നുള്ള ഏകദേശം ഉറപ്പിലാണ് ജാസ്മിൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ പുറത്തു പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന ഗെയിം മാറ്റിപ്പിടിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എൻ്റെ കുറവുകളും എല്ലാം നികത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് വരുമെന്നാണ് ജാസ്മിൻ പറയുന്നത്. റസ്മിൻ പറയുന്നുണ്ട്, ടോപ്പ് 5 ജാസ്മിൻ എത്തുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഈ ആഴ്ച നീ പുറത്തു പോയില്ല എന്നുണ്ടെങ്കിൽ എന്ന് റസ്മിനും പറയുന്നുണ്ട്. എന്തായാലും 45 ദിവസങ്ങൾക്ക് ശേഷം അവിടെ നമ്മുടെ ജാസ്മിൻ ഗെയിം മാറ്റിപ്പിടിക്കാൻ ഒരുങ്ങുന്നു, ഗബ്രിയെ വിട്ടുപിടിക്കാൻ ഒരുങ്ങുന്നു. ഇനി ഒറ്റയ്ക്ക് കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജാസ്മിൻ. മുന്നേ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ വല്ല പാടുണ്ടായിരുന്നോ കൊച്ച്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇങ്ങനൊക്കെ ഒരു കാര്യം ചെയ്യാൻ്റെ ആവശ്യം? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ മാറ്റിപ്പിടിച്ചാലും രക്ഷയുണ്ടോയെന്ന് നമുക്കറിയില്ല. നീ മാറ്റിപ്പിടിച്ച് നോക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ. നല്ലൊരു ഗെയിമർ ആയിരുന്നു ജാസ്മിൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എല്ലാം കൊണ്ട് കളഞ്ഞു കുളിച്ചു. ഇനിയൊരു തിരിച്ചുവരവ് 50 ദിവസങ്ങൾക്ക് ശേഷം ജാസ്മിൻ ശ്രമിക്കുന്ന സമയത്ത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൺഫ്യൂഷനാണ്. എന്നാലും ശ്രമിച്ചു നോക്കാം എന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ തിരിച്ചറിവ് മറ്റൊന്നുമല്ല, ഗബ്രി ജാസ്മിനെ ചതിച്ചിരിക്കുന്നു, ചീറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഗെയിമിന് വേണ്ടി ചതിച്ചു, കൂടെ നിന്നുകൊണ്ട് ജാസ്മിന്റെ ഗെയിം ഇല്ലാതാക്കി, അവിടെ പ്രണയം നടിച്ചുകൊണ്ട് ഒരു വ്യക്തതയില്ലാത്ത കാര്യത്തിന് വേണ്ടി അവിടെ പ്രണയം നടിച്ചുകൊണ്ട് ചതിച്ചു. അല്ല, അങ്ങനെ നോക്കുന്ന സമയത്ത് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് ചോദിച്ച ഒരു ചോദ്യം ഇവിടെ കറക്റ്റ് ആവൂട്ടോ. ഒന്നുമല്ല, ലാലേട്ടൻ ചോദിച്ചിരുന്നു ജാസ്മിന്റെ അടുത്ത്, മറ്റാരെങ്കിലും തന്റെ ഗെയിം ഇല്ലാതാക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടെ വീഡിയോകൾ പ്ലേ ചെയ്തത്. ആ സമയത്ത് ജാസ്മിൻ പറഞ്ഞു, ഇല്ല, അവനല്ല എന്റെ പ്രശ്നമെന്ന് പറഞ്ഞു. സത്യത്തിൽ ബിഗ് ബോസും ലാലേട്ടനും അത് പറയാതെ പറഞ്ഞതായിരുന്നില്ലേ ജാസ്മിന്റെ അടുത്ത് ആ വീഡിയോകൾ പ്ലേ ചെയ്തുകൊണ്ട്? എന്നിട്ടും ജാസ്മിൻ അത് മനസ്സിലാക്കാൻ വീണ്ടും ആഴ്ചകൾ വേണ്ടി വന്നു, പുറത്തു നിന്നുള്ള മത്സരാർത്ഥികൾ വേണ്ടി വന്നു, വൈൽഡ് കാർഡുകൾ വേണ്ടി വന്നു, ഇപ്പോൾ അവസാനമായി സിജോയും വേണ്ടി വന്നു, ഒരു പനി വരേണ്ടിയും വന്നു.